السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صلوا على خير الأنام ومن به تنجو العباد بموقف الأهوال. إن الصلاة على النبي حبيبنا من أفضل الأفعال والأعمال. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തിന് വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു എല്ലാ നിലയിലും നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാൻ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ. സിറാത്ത് പാലത്തിൽ മുത്തുനബിയുടെ സഹായം ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിന്റെ അവസരത്തിലും മുത്തുനബിയുടെ സഹായം കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച നാം ഒരുമിച്ച് കൂടി മുത്തുനബിന്റെ പേരിൽ ഒരു മജ്‌ലിസ്, ഒരല്പസമയം സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കി പറഞ്ഞ് കുറച്ചു നേരം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സദസ്സ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭമായ നിമിഷങ്ങളിൽപ്പെട്ട ഒരു നിമിഷമാണ്, അവസരമാണ് എന്ന് നാം കണക്കാക്കുകയും വേണം. എന്തുകൊണ്ട്? അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അമൽ ഏത് എന്ന ചോദ്യത്തിന് ഫുഖഹാക്കളും തസവൂഫിന്റെ പണ്ഡിതന്മാരും എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത്. അപ്പോ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്നതും അതിനുവേണ്ടി സമയം വിനിയോഗിക്കുക എന്നതും അതിനുവേണ്ടി സമ്പത്ത് വിനിയോഗിക്കുക എന്നതുമെല്ലാം ഇനി നാം ഒന്ന് ചേർത്ത് നോക്കിയാൽ മതി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ എല്ലാ മാസവും കൂടുന്നുണ്ടല്ലോ സ്വലാത്തിന് വേണ്ടി. എന്താണ് സ്വലാത്തിന്റെ അർത്ഥം? ഇതിനു മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറവി എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് അല്ലേ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഉസ്താദ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട അത് പറഞ്ഞോ, എന്താ സ്വലാത്തിന്റെ അർത്ഥം? സ്വലാത്തിന്റെ അർത്ഥം രണ്ട് ആണ്.
രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് അദ്ദുആ, മറ്റൊന്ന് സനാ. സ്വലാത്തിന്റെ അർത്ഥം രണ്ടാണ്, മറക്കരുത്. മുഅ്മിനീങ്ങൾ മറക്കരുത്. സ്വലാത്തിന്റെ അർത്ഥം രണ്ട്, ഒന്ന് ദുആ, മറ്റൊന്ന് സനാ. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, സനാ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയുക, പുകഴ്ത്തി പറയാനാണ്. ഇത് സ്വലാത്തിന്റെ അർത്ഥമാണ്. എവിടെ നിന്നാണ് ഈ അർത്ഥം ലഭിക്കുന്നത്? ഉസ്താദ് ഡിക്ഷണറി നോക്കി കൊണ്ടുവന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉസ്താദിന്റെ അടുത്ത് വെച്ചാൽ മതി. ഡിക്ഷണറി നോക്കിയുള്ള അർത്ഥം അല്ല. പിന്നെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥമാണ്? പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥമാണ്. ഏതാണ് ആയത്ത്? ആയത്ത് സ്വലാത്ത്. സ്വലാത്തിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥമാണ്. സ്വലാത്തിന്റെ അർത്ഥം ദുആ, സനാ. ഇതാണ് ആയത്ത് സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മുഅ്മിനീങ്ങളെ നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമേ. ഇതാണ് ആയത്ത്. അതിലെങ്ങനെയാ രണ്ടർത്ഥം വരുന്നത്? രണ്ട് പേരുടെ സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെയും മലക്കുകളുടെയും, അല്ലേ? മലക്കുകളുടെയും സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം എന്താണ്? ദുആയാണ്, അല്ലെ? പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നബിക്ക് നീ ഗുണം ചെയ്യണമേ. അതാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലേ? മുഹമ്മദിന്റെ മേൽ അങ്ങ് നീ ഗുണം ചെയ്യണമേ. അതാണ് സ്വലാത്തിന്റെ അർത്ഥം. അത് പ്രാർത്ഥനയാണ്. ഇത് മലക്കുകൾ ചൊല്ലുന്നത്. അല്ലാഹുവും സ്വലാത്ത് ചൊല്ലുന്നില്ലേ? അത് ദുആയാവൂലല്ലോ. കാരണം അല്ലാഹു ആരുടെ ദ്വാരക്കണ്ടേ? അല്ലാഹു ആരുടെ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ സ്വലാത്ത് എന്താണ്? പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. സനാ, പുകഴ്ത്തി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ ശ്രേഷ്ഠനായ ഏറ്റവും നല്ല അടിമയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, സനാ ചെയ്ത് പറയുന്നു എന്നതാണ് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് തങ്ങളെ കുറിച്ച് ഇങ്ങനെ സനാ ചെയ്യലാണ്, പുകഴ്ത്തി പറയലാണ്. സ്വലാത്ത് പല രീതിയിലുണ്ട്, അല്ലെ? സ്വലാത്ത് പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലെ? അത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്നുണ്ട്. പല സ്വലാത്തുകൾ. സലാത്തുൽ ഫാത്തിഹ, അല്ലേ? സലാത്തുൽ ഫാത്തിഹ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സ്വലാത്താണ്. സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത് എന്നർത്ഥം. തുറക്കുക എന്നർത്ഥം, വിജയം നൽകുക എന്നതാണ്. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടും, വിജയം നമുക്ക് ലഭിക്കും. ഏതാണ് സലാത്തുൽ ഫാത്തിഹ? اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. فاتح തുറക്കുന്നത് എന്ന് മാത്രമല്ല, വിജയം എന്നർത്ഥം കൂടിയുണ്ട്. ഫതഹ എന്നത് വിജയം എന്നർത്ഥം. മക്കം ഫതഹ കേട്ടില്ലേ? മക്കം ഫതഹ അതിനെന്താ അർത്ഥം? മക്ക തുറന്നു എന്നാണോ? അല്ല, മക്ക വിജയം. ഫതഹ എന്നതിന് വിജയം എന്നൊരർത്ഥമുണ്ട്. അപ്പോ സലാത്തുൽ ഫാത്തിഹയിന് എന്തെല്ലാം അർത്ഥമുണ്ട്? തുറന്നു കിട്ടുന്നത്, വിജയം ലഭിക്കുന്നത് എന്നെല്ലാം അർത്ഥമുണ്ട് സലാത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ സലാത്തുൽ മുൻജിയ, അങ്ങനെ സലാത്തുണ്ട്, രക്ഷപ്പെടുത്തുന്നത് എന്ന അർത്ഥം. സലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ അതേതാണ്? സലാത്തുൽ മുൻജിയ മങ്കൂസ് മൗലിദിന്റെ അവസാനം നമ്മളൊരു ദുആ ചെയ്യില്ലേ?
ആ ദുആഇന്റെ തുടക്കം സ്വലാത്ത് കൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹ്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൽ ഖതീആത്ത് വതഖ്ദീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് وترفعنا بها عندك أعلى الدرجات. ഇത്രയും സ്വലാത്താണ്. മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ തുടക്കം എന്താണത്? അത് സ്വലാത്താണ്. അത് ഏത് ദുആഇന്റെ മുമ്പിലും നമുക്ക് കൊണ്ടുവരാം. സ്വലാത്ത്. എന്ത് സ്വലാത്ത്? മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്. എവിടെ രക്ഷപ്പെടുത്തുന്നത്? ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ പരീക്ഷണങ്ങളിലും എന്ത് ചെയ്യുന്നത്? നമ്മളെ രക്ഷപ്പെടുത്തും. സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത്. ഇനി ഇങ്ങനെയുള്ള സ്വലാത്തുകളെ നമ്മൾ എങ്ങനെയാ സമീപിക്കേണ്ടത്? വളരെ വിനയത്തോടെ. അഹങ്കാരം എന്നത് മനസ്സിൽ. എന്തുകൊണ്ട്? സഹാബത്ത് പരസ്പരം ഉപദേശിക്കുന്ന വിഷയത്തിൽ പറയാറുണ്ട്, നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമേ. കാരണം ഇദാ സ്വല്ലൈതും അലൻ നബി ഫഅഹ്സിനുസ് സ്വലാത്ത്. സഹാബത്ത് പരസ്പരം സംസാരിക്കുന്നതാണ്. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ? ഫഇന്നകും ലാ തദ്റൂന, നിങ്ങൾ അറിയാത്ത പലതും സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തിനെ നബിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ സ്വലാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ സമീപിക്കണം? നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച് വിനയത്തോടുകൂടെ ആയിരിക്കണം സ്വലാത്തിനെ സമീപിക്കേണ്ടത്. കാരണം എന്താണ്? നിങ്ങൾ അറിയാത്ത പലതും സംഭവിക്കുന്നു. ആ സ്വലാത്തിനെയും കൊണ്ടുപോകുന്നു മുത്തുനബിയുടെ അടുക്കൽ. അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, സ്വലാത്ത് വലിയ അത്ഭുതം തന്നെയാണ്. സ്വലാത്തിനെ കുറിച്ച് എല്ലാ മാസവും പറയുന്നുണ്ടല്ലോ. ഇനി പിന്നെ എന്താ പറയേണ്ടത്? അങ്ങനെ ആലോചിക്കും. ഒന്നുമില്ല ബഹുമാനികളെ, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ നമുക്ക് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഒരു സംഭവം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ പോലും അല്ലാഹു അവന്റെ അടിമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് അടിമകളെ തയ്യാറാക്കി വെച്ചേക്കാം. മുസ്ലിയാർ പറഞ്ഞു, വെള്ളിയാഴ്ച സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരണം. അത്രയൊന്നും ആളുകൾ ഇല്ലല്ലോ. നമുക്ക് പറ്റൂല, നമുക്ക് പറ്റൂല, നമുക്ക് മടി. നമുക്ക് പറ്റിയില്ലെങ്കിലും ബഹുമാനികളെ, അല്ലാഹു ആ അടിമയെ എന്ത് ചെയ്യില്ല? നിരാശമാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ വന്നിരുന്ന് കൂടുക, സഹകരിക്കുക, ചൊല്ലുക. നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ. ഞാനിവിടെ സ്വലാത്ത് ചൊല്ലിയാലാണ് തങ്ങളുടെ പദവി ഉയരുള്ളൂ, അങ്ങനെ ഉണ്ടാവും. ആ ചിന്താഗതിയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. നമ്മൾ ചൊല്ലിയില്ല എങ്കിലും ഒരുപാട് അടിമകളെ അല്ലാഹു അതിനു വേണ്ടി നിയോഗിക്കുന്നുണ്ട്. അറിയുമോ? ഒരുപാട് സഹാബത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഒരിക്കൽ കയറി ചെല്ലുമ്പോ കഅബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്ത് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം സഹാബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്താണെന്നറിയുമോ? മാ മിൻ ഫജ്റിൻ യത്തലിഉ ഇല്ലാ വയൻസിലു 70 അൽഫൻ മിനൽ മലായിക. ഓരോ പ്രഭാതത്തിലും 70,000 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും 70,000 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുക്കൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയൂലോ, വായി തോന്നുന്നത് അങ്ങനെ പറയോ? അറിയില്ല. അതുകൊണ്ടാണ് സന്ദർഭം വിശദീകരിക്കുന്നത്. ആയിഷ ബീവിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ടാണ് കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, 70,000 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്നറിയുമോ? ഹത്താ യഹ്ഫൂ ബിൽ ഖബർ. മുത്തുനബിന്റെ ഖബറിനെ അങ്ങോട്ട് വലയം ചെയ്യുകയാണ്, പൊതിയുകയാണ്.
യഖൂമു എന്നല്ല പ്രയോഗം, ചുറ്റും വന്ന് നിൽക്കുന്നു എന്നല്ല. യഹ്ഫു, തങ്ങളുടെ ഖബറിന് വന്നിട്ട് അങ്ങനെ എന്ന് പറഞ്ഞാല് മദീന റൗള സിയാറത്ത് ചെയ്യാൻ പോകുന്നവർക്ക് ആ ഭാഗം എത്തുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്, അറിയില്ലേ? പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് പോലീസൊക്കെ നിയന്ത്രിക്കാനുണ്ടാകും. ആ ഭാഗത്തുമ്പോ പിടുത്തം വിട്ടുപോകും. അത് മനുഷ്യർക്ക് മാത്രമല്ല, മലക്കുകൾക്കും അങ്ങനെ. യഹ്ഫു എന്നാണ്. ആദരവോടെ മാറി നിൽക്കുന്നല്ല, ആഗ്രഹം കൊണ്ട്, തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് യഹ്ഫു, അവരെ കൊതിയും എന്നാണ് 70,000 മലക്കുകൾ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? വയുസല്ലൂന അലൻ നബി, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും ഈ 70,000 മലക്കുകൾ. ഹത്താ ഇദാ അംസൂ, വൈകുന്നേരമായി കഴിഞ്ഞാൽ അറജു, ആ 70,000 മലക്കുകൾ കയറി പോകും. ആ സമയത്ത് തന്നെ വഹബതു 70,000 മലക്കുകൾ വൈകുന്നേരം ഇറങ്ങി വരും. രാവിലെ വരെ അവർക്ക് അത് തന്നെ പണി. നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിലും അള്ളാഹുവിന്റെ ആ മഹത്തായ അടിമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു മലക്കുകളെ നിയോഗിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. അതാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. 70,000 മലക്കുകൾ തങ്ങളുടെ റൗള ശരീഫിന്റെ അടുത്ത് നിന്നുകൊണ്ട് സദാസമയം 24 മണിക്കൂറും 70,000 മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ആ ഹബീബിന്റെ മേലെന്നാണ്. അപ്പൊ സ്വലാത്ത് നമുക്ക് ആവശ്യമാണ് എങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ബഹുമാനികളെ, സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ്. നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മക്ക് ഭാരം കുറവാണെങ്കിൽ തങ്ങൾ കൊണ്ടുവന്ന സ്വലാത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഹദീസിൽ കാണാം. സിറാത്ത് എന്ന പാലത്തിന് രക്ഷയാണ് എന്നും നമുക്ക് ഹദീസിൽ കാണാം. ഇതെല്ലാം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. സ്വലാത്ത് കൊണ്ട് മുൻഗാമികൾ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ നിരവധി നമുക്ക് കാണാൻ കഴിയും. അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചാണ് പറയുന്നത്. മഹാനവറുകൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം എന്നവർ ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരിക്കൽ മനാമിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ മഹാനവറുകളോട് ചോദിച്ചു, അബ്ദുല്ലാ എന്നവർ, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു അങ്ങയോട് എങ്ങനെ ഇടപെട്ടത്? അല്ലാഹു തആല അങ്ങയെ എങ്ങനെ സ്വീകരിച്ചത്? ഒരുപാട് ഗുണങ്ങളും നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് നേട്ടമാണ് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയുകയാണ്, റഹിമനി വഗഫറലി, എന്റെ രക്ഷിതാവ് എന്നോട് കരുണ കാണിച്ചു, എന്റെ രക്ഷിതാവ് എനിക്ക് മഗ്ഫിറത്ത് നൽകി, സ്വർഗീയ അനുഭൂതികൾ നൽകി, ഒരുപാട് നേട്ടങ്ങൾ നൽകി. അപ്പോൾ അബ്ദുല്ലാ എന്നവർ തിരിച്ചു ചോദിക്കുകയാണ്, മല്ലദീ ബലഗക ഹാദിഹിൽ മൻസില, ഈ ശ്രേഷ്ഠതയൊക്കെ കിട്ടുന്നതിന് ഏറ്റവും അങ്ങയെ സഹായിച്ച കാര്യം എന്താ? ആരോടാ ചോദിക്കുന്നത്? ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയോടാണ്. മഹാനോട് ചോദിക്കുകയാണ്, മല്ലദീ ബലഗക ഹാദിഹിൽ മൻസില, ഈ പദവി കിട്ടുന്നതിന് അങ്ങയെ സഹായിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയുന്നു, മുത്തുനബിയുടെ മേൽ ഞാൻ ചൊല്ലിയ സ്വലാത്തുകളാണ്, മാത്രമല്ല റിസാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിരുന്നു. ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റിസാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു. ആ ഗ്രന്ഥം അവസാനിക്കുന്ന സമയത്ത് നബി തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത് എഴുതിക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് മഹത്വം ഇവിടെ കാണാൻ കഴിഞ്ഞു എന്ന് മഹാനായ ഇദ്രീസുൽ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. റിസാല എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അല്ലേ, ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അതിൽ അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അപ്പോ അബ്ദുല്ലാ എന്നവർ ചോദിച്ചു, നിങ്ങൾ റിസാല എന്ന ഗ്രന്ഥം അവസാനിപ്പിച്ചത് ഏത് സ്വലാത്ത് കൊണ്ടാണ്? അപ്പോൾ മഹാർ പറഞ്ഞു, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മാ ദക്കറഹു الذാകിറൂന വഗഫറ അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചത്, ഈ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചത്. എന്താ സ്വലാത്തിന്റെ അർത്ഥം എന്ന് പറയട്ടെ? സ്വലാത്തിന്റെ അർത്ഥം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, എന്റെ നേതാവിന്റെ മേൽ നാഥാ നീ ഗുണം ചെയ്യണമേ. സ്വലാത്ത് എന്താണ്? സനാ ആണോ ദുആയാണോ?
എന്താ മനുഷ്യന്മാർ ദുആ ദുആയാണ്, പ്രാർത്ഥനയല്ലേ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം നമ്മൾ പഠിച്ചത്, ഇനി മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ദുആയാണ്. അപ്പോ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിസാലത്ത് അവസാനിപ്പിക്കുന്നിടത്ത് എന്താ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, എന്റെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നാദാ നീ ഗുണം ചെയ്യണമേ. കാലഘട്ടം ഏത് കാലഘട്ടം? അത്രയും മാ ദക്കറഹു ദാക്കിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂന, നിന്നെ ദിക്ർ ചെയ്യുന്ന ആളുകൾ ദിക്ർ ചെയ്യുന്നിടത്തോളം കാലം, അതുപോലെ തന്നെ ദിക്ർ ചെയ്യാതെ അശ്രദ്ധരായിരിക്കുന്ന ആളുകൾ അശ്രദ്ധമാകുന്നിടത്തോളം കാലം. ലോകത്ത് രണ്ട് വിഭാഗം ആളുകളെ ഉണ്ട്. ഒന്ന് ദിക്ർ ചെയ്യുന്നവർ, മറ്റൊന്ന് ദിക്ർ ചെയ്യാതെ അശ്രദ്ധമായ. ഈ രണ്ട് വിഭാഗം ആളുകൾ. അപ്പോ ലോകാവസാനം വരേക്കും എന്നാണ് അർത്ഥം വരുന്നത്, അല്ലേ? ഈ സ്വലാത്ത് റിസാലത്ത് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു അബ്ദുല്ലാ എന്നവർ. പിറ്റേ ദിവസം റിസാലത്ത് പരിശോധിച്ചു, അതിന്റെ അവസാനത്തിൽ കാണാൻ കഴിഞ്ഞു ഈ സ്വലാത്ത്. അബ്ദുല്ലാ എന്നവർ പറയുകയാണ്, സല്ലൂ അലാ ഖൈരിൽ അനാമി വമൻ ബിഹി. ആമുഖത്തിൽ ഞാൻ പറഞ്ഞ ഒരു ബൈത്താണ്. അബ്ദുല്ലാ എന്നവർ പറഞ്ഞതാണ്. എന്താണ് പറയുന്നത്? സല്ലൂ അലാ ഖൈരിൽ അനാമി വമൻ ബിഹി, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ആ നബിയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ. വമൻ ബിഹി, ഏതൊരു പ്രവാചകനാണെന്നറിയുമോ? തൻജുൽ ഇബാദു ബിമൗഖിഫിൽ അഹ്വാലി, ഖിയാമത്ത് നാളിന്റെ ഭീകരതകളിൽ രക്ഷ ലഭിക്കുന്നത് ആ പ്രവാചകനെ കൊണ്ടാണ്. ഏതൊരു പ്രവാചകനെ കൊണ്ടാണോ തൻജുൽ ഇബാദു ബിമൗഖിഫിൽ അഹ്വാലി, ഖിയാമത്ത് നാളിന്റെ ഭീകരതയിൽ രക്ഷ ലഭിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇന്നസ്സലാത അലൻ നബി ഹബീബിനാ, നമ്മുടെ നേതാവിന്റെ മേലുള്ളതായ സ്വലാത്ത് ഇന്ന ഫളലിൽ അഫ്ആലി വൽ അഅമാലി, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അതെങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നമ്മളോട് നിർദ്ദേശിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മടി കൂടാതെ, അലസത കൂടാതെ, വിനയത്തോടുകൂടി മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സ്വലാത്തിന്റെ മജ്ലിസിലും പറയാറുള്ള ഒരു ഹദീസ് ഉണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതാണ്? മൻ സ്വല്ലാ അലൻ നബി സ്വലാത്ത സ്വലാ, ആരെങ്കിലും നബിയുടെ മേൽ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഖദല്ലാഹു ലഹു മിഅത്ത ഹാജ, 100 ആവശ്യങ്ങൾ അല്ലാഹു തആല അവർക്ക് നിറവേറ്റി കൊടുക്കും. 70 മിൻഹാ ഫിദ് ദുനിയ 70 മിൻഹാ ഫിൽ ആഖിറ, ആഖിറത്തിലെയാണ് 70 ആവശ്യങ്ങളും, 30 ആവശ്യങ്ങൾ ദുനിയാവിലെയും, 70 ആഖിറത്തിലെയാണ്. ഇത് കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 100 സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ മടി കാണിക്കരുത്, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ, നല്ല നിലയിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്ത് ഉണ്ട്, ഇൻഷാ അല്ലാഹ് സ്വലാത്തിന് ശേഷം ദുആ ചെയ്യുന്നതാണ്. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.